അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാണ് ഇന്ന ആശുറ ദിവസമുണ്ടല്ലോ അഥവാ മുഹറം 10 എന്ന് പറയുന്ന ദിവസമുണ്ടല്ലോ അത് യൗമുൻ മിൻ അയ്യാമില്ലാഹ് അതെന്താണ് യൗമിൻ മിൻ അയ്യാമില്ലാഹ് അത് എന്താണ് അല്ലാഹുവിന്റെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽപ്പെട്ട വളരെ പവിത്രമാക്കപ്പെട്ട ദിവസമാണ് ഒരാൾ ഉദ്ദേശിച്ച സാമൂഹോ അതിൽ നോമ്പ് നോക്കാൻ ഉദ്ദേശിച്ചാൽ ആരെങ്കിലും എന്തായി നാളെ ഇൻഷാ അല്ലാഹ് നാളെ മറ്റേ നമുക്ക് നോമ്പ് നോക്കണം അങ്ങനെ നോമ്പ് നോക്കാൻ ഉദ്ദേശിച്ചാൽ അഥവാ നോമ്പെടുക്കുന്നവനിക്ക് നോമ്പ് നോക്കാം, നോമ്പെടുക്കാൻ ഉദ്ദേശിക്കണില്ല എനിക്ക് എന്താക്കാം അവനിക്ക് ഉപേക്ഷിക്കാവുന്നതാണ്, നിർബന്ധമല്ല. അതിന്റെ അർത്ഥം എന്താ? അതിൽ പുണ്യല്ല എന്നല്ല, അത് പഠിച്ചോനെ അത് എടുക്കാനുള്ള സാഹചര്യം ഒരാൾക്കില്ല. അവന് അത് ചില കാര്യങ്ങളുണ്ടല്ലോ മനസ്സിനെ ഭീതിപ്പെടുത്തുന്ന, അപ്പൊ അങ്ങനെ പേടിയാക്കണ്ട. പക്ഷേ എടുക്കല് ഭയങ്കരമായ പുണ്യമുള്ള കാര്യമാണ്. ആശുറാ ദിവസത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണ് ലത്തായിഫുൽ മആരിഫ് എന്ന് പറഞ്ഞ കിതാബിലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല പറയാണ് യൗമുൽ ലദീ യബി പിന്നെ തീബ് ഫീഹി അല ആദം, അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത്. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതൊരു അള്ളാന്റെ പരീക്ഷണമാണ്. ഒരു പഴം തിന്നതിന്റെ പേരിൽ അതൊരു തിന്നണ്ട എന്ന് പറഞ്ഞാല് അതിലെന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ. കുട്ടികളോട് നമ്മൾ പറയും മറ്റേ എന്ത് കായ തിന്നണ്ടാന്ന്, ഉമ്മത്തും കായ, വിഷമുള്ള കായ തിന്നണ്ടെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? അത് തിന്ന ഒരു ജീവിതം തന്നെ വിഷമാകും. അതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു അത് തിന്നണ്ടാന്ന്. അപ്പൊ നമ്മളമ്മ പറഞ്ഞു എന്ത് നമുക്കത് നോക്കുക. അപ്പൊ എന്തായി? അവിടുന്ന് പുറത്താക്കിയതല്ല, സ്വർഗത്തുനിന്ന് പുറത്താകലല്ല, പിന്നെന്താ? അള്ളാഹിന്റെ പരീക്ഷണത്തിന്റെ ആ തിന്നതിന്റെ ചെറിയൊരു പരീക്ഷണം അള്ളാഹു തആല അവർക്ക് ഭൂമിയിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടാളും വേറെ സ്ഥലത്ത് എന്തായി ഇറക്കി. നമ്മളെ ഉമ്മാനെ ഹവ്വാ ഉമ്മാനെ എവിടെ? സൗദി അറേബ്യയിലെ ജിദ്ദയിലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പല അഭിപ്രായമുണ്ട്. അത് ഇന്ത്യയിലാണ് ശ്രീലങ്കയിലാണെന്നൊക്കെ. അതെന്ന് വെച്ചാല് നമ്മളെ നാടുകളിലൊക്കെ ആദം നബിയുടെ കാൽപ്പാടുണ്ട് എന്നൊക്കെ കേൾക്കില്ല. നമ്മളെ എന്താ പറയാ, തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു കടക്കുന്ന സ്ഥലത്തിന്റെ പേര് കൊയിലാണ്ടി പാറപ്പള്ളി. അവിടെ എന്തുണ്ട്? നമ്മൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപ്പാടുണ്ട്. അപ്പൊ ഇന്ത്യയിലാണ് ഇറങ്ങിയത്, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ കുറേ കാലം എത്രയോ വർഷം അവരെന്തായി കണ്ടുമുട്ടാൻ വേണ്ടി ദുആ ചെയ്തു. ആ ദുആ ചെയ്തപ്പോ അല്ലാഹു തആല ദുആ സ്വീകരിച്ചത്, തൗബ സ്വീകരിച്ച പടച്ചോനെ എന്നിൽ വന്നു പോയത് പുറത്തു തന്നെ തൗബ സ്വീകരിച്ചത് അത് ഈ ആശുറാ ദിവസത്തിലാണ്. അള്ളാഹിനോട് നല്ലോണം പറഞ്ഞോളി. നിങ്ങളെ വേദന, പ്രശ്നം, പ്രയാസം, കുട്ടികളെ കാര്യം, രോഗത്തിന്റെ കാര്യം, അടുത്ത ഈ കൊല്ലം അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. റബ്ബിനോട് കരഞ്ഞു പറഞ്ഞ സമയമാണ്. വെറുതെ മൊബൈല് നോക്കി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നുണ അറിഞ്ഞ് ഫസാദ് പറഞ്ഞ് നിങ്ങളല്ല കേട്ടോ, നിങ്ങൾ നല്ല ആൾക്കാർ. അള്ളാഹു ഒരുപാട് നല്ല ഉഷാറായിട്ട് എന്താകാം അമലെടുക്കുക. നമ്മളൊക്കെ നല്ല നിസ്കരിക്കുന്നവരാണ്, നല്ല അമൽ ചെയ്യുന്നവരാണ്. അല്ലാഹു തആല നോമ്പ് നോക്കാം. ഈ കയ്യാത്തൂര് നോമ്പ് വെക്കാൻ നിൽക്കണ്ട. ഡോക്ടർ പറഞ്ഞെന്ത്? അതാണ് പിന്നെ ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാന്ന് റസൂലുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഈ പിന്നെ ആരോഗ്യമുള്ള നോക്കുക, ആരോഗ്യമില്ല ഡോക്ടർ പറഞ്ഞ് നോക്കണ്ട. അപ്പൊ അവിടെ നോക്കാൻ പാടില്ല. കാരണം ജീവന് ഭീഷണിയാകുന്ന, ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന കാര്യം ചെയ്യാനും പാടില്ല. ഫർളാക്കപ്പെട്ട പിന്നെ ഷഹ്റു റമദാനിലുള്ള, റമദാൻ മാസത്തിലുള്ള നോമ്പന്നെ അങ്ങനെയാണല്ലോ, കഴിയുന്നവൻക്കേ ഫർളുള്ളൂ,
മനസ്സിലായില്ലേ? അപ്പൊ അത് പ്രത്യേകം. അപ്പൊ ഞങ്ങളെന്താ കാട്ടുക? വേറെ എത്രങ്ങാനും അമലുണ്ട്, അതൊക്കെ ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് ആക്കട്ടെ. അതേപോലെ അശ്റാ ദിവസം അള്ളാഹു തആല ഭൂമിയിലേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇറക്കിയത് ഇലൽ അർളി യൗമ ആശൂറ, ആശൂറയുടെ ദിവസമാണ് ഇറക്കിയത്, ഭൂമിയിലേക്ക് ഇറക്കിയത്. അത് ആശൂറ ദിവസമാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പല് ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത്. അഥവാ വലിയൊരു തൂഫാൻ. ഈ തൂഫാനല്ല, ഇപ്പൊ ഒരു തൂഫാനുണ്ട്. ഏത്? ലഹരിക്കടിമയായവരെ തൂക്കണ ഒരു തൂഫാൻ. അതിലൊക്കെ നമ്മൾ സപ്പോർട്ട് വേണം. അതൊരു തൂഫാന്. പക്ഷെ വലിയൊരു പ്രളയം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. സ്വന്തം മുന്നിൽ വെച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കൻആൻ സ്വന്തം ഉപ്പാന്റെ മുന്നിൽ, പ്രവാചകന്റെ മുന്നിൽ വെച്ച് മോന് മുങ്ങി മരിക്കണ ഒരു സന്ദർഭമൊക്കെ ഉണ്ട്. അപ്പൊ ഈ കപ്പല് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അങ്ങനെ അവസാനം ഒരു പർവ്വതത്തിൽ പോയിട്ട് എന്താണ് നങ്കൂരമിടാറിന് അവിടെ നിൽക്കുക, ഒരിക്കലും അഭയം നൽകുക. ആ സംഭവം നടന്നതും ഈ ആശുറ ദിവസത്തിലാണ്. ഇതൊക്കെ സൂചിപ്പിക്കണം അറിയോ? ചരിത്രത്തിൽ ഒരുപാട് രക്ഷ നൽകിയത്, ഒരുപാട് ശത്രുക്കൾ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുവായ മറ്റേ ഫിർഔനിനെ അല്ലാഹു തആല നശിപ്പിച്ചതും ഏതിലാണ്? ഈ ആശുറ ദിവസത്തിൽ. അതൊക്കെ സൂചിപ്പിക്കണം എന്താ അറിയോ? നമുക്ക് രക്ഷ വേണോ? റബ്ബിനോട് അല്ലാഹുവിനോട് തേടിക്കോളും. രോഗത്തിന് ശിഫയാണോ? റബ്ബിനെ തേടിക്കോളും. അപ്പൊ ചോദ്യം, അപ്പൊ ആശുറ ദിവസം നോമ്പ് ആയിക്കോട്ടെ, പക്ഷെ താസൂറ 9 എന്തിനാ നമ്മൾ നോക്കണം? റസൂൽ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആശുറ ദിവസത്തില് അഥവാ താസൂറയിൽ എന്താകണം? താശൂറ. അപ്പൊ എന്താകാം? നോമ്പ് റസൂൽ അടുത്ത കൊല്ലം ഞാന് റസൂൽ മദീനയിൽ ഇങ്ങനെ നോമ്പ് നോക്കുന്ന സമയത്ത് എന്താ പറയാ മുഹറം 9 നോമ്പ് നോക്കുന്ന സമയത്ത് സ്വഹാബികൾ എന്ന് പറഞ്ഞു, നമ്മളെ മറ്റുള്ള ആൾക്കാരും വിശ്വസിക്കാത്തവരൊക്കെ അത് അന്ന് ജൂതന്മാരാണ് ആ ഭാഗത്ത് കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ ഓരും എന്തായിട്ടുണ്ട്? ഈ സമയത്ത് നോമ്പ് വെക്കണ്ടല്ലോ നബിതങ്ങളെ. അവൻ നബിതങ്ങൾ പറഞ്ഞു, അന്ന് അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാകുകയാണെങ്കിൽ എന്താകും? ഞാൻ 9 കൂടി നോമ്പ് വെക്കുന്നു. കാരണം നമ്മളെ അമലും മറ്റുള്ള അമലും ഒന്നിച്ചാകാൻ പാടില്ല. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും